എല്ലായിടത്തും മായം. ചായയിൽ മായം കലർത്തി വാർത്താമാധ്യമങ്ങളിൽ അത് വളരെ വലിയ വാർത്തയായി തീർന്നിരിക്കുന്നു. ഏത് ഭക്ഷ്യ സാധനങ്ങൾ എടുത്താലും അതിലെല്ലാം മായം കലർത്തിയിരിക്കുന്നു. മനുഷ്യൻ അതിവേഗം രോഗികളായി മാറുന്നു. പുതിയ ഗവൺമെൻറ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. അന്വേഷണങ്ങൾ, പരിശോധനകൾ കേരളമെമ്പാടും ആരംഭിക്കണം. മായമില്ലാത്ത ഒന്ന് മാത്രം, തിരുവചനം. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരുവാൻ നാം വാഞ്ചിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷാകരമായ യേശുക്രിസ്തുവിനോടുള്ള രക്ഷാകരമായ നിത്യജീവൻ പ്രാപിപ്പാൻ നമുക്ക് സാധിക്കും. തുടർന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് മായമില്ലാത്ത ആഹാരം കഴിക്കാൻ ശ്രമിക്കാം. ചായപ്പൊടിയിലും അപകടം പതിയിരിക്കുന്നു. തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വ്യാജ ചായപ്പൊടി വീരന്മാർ വലയിലായത്. ജില്ലയിലെ തട്ടുകടകളിൽ കഴിഞ്ഞ മാസം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയാണ് സംഭവങ്ങളുടെ തുടക്കം. കടുപ്പം കൂടിയ ഒരു പ്രത്യേക ചായക്കായി ആവശ്യക്കാർ ഏറെയാണ്. ചായപ്പൊടിയുടെ ഉറവിടം തേടിയുള്ള അന്വേഷണം ആദ്യമെത്തിയത് വൈലത്തൂരിൽ. ആവശ്യക്കാരെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ വിതരണക്കാരെ ബന്ധപ്പെട്ടു. വേങ്ങര സ്വദേശി അനസ് ഒരു വാഹനം നിറയെ ചായപ്പൊടിയുമായി വൈലത്തൂരിലെത്തി. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ കടകളിൽ ലഭിക്കുന്ന ചായപ്പൊടിക്ക് സമാനം. സംഗതി ക്യൂബ് ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. മുഖ്യ സൂത്രധാരന്റെ പേരോ അഡ്രസ്സോ പറയാൻ അനസ് തയ്യാറായില്ല. കൽപ്പകഞ്ചേരി പോലീസിന്റെ സഹായത്തോടെ നമ്പർ എടുത്ത് നേരെ വെങ്ങാട്ടേക്ക് പുറപ്പെട്ടു. MSc കെമിസ്ട്രി പൂർത്തിയാക്കിയ വെങ്ങാട് സ്വദേശി ആഷിഖായിരുന്നു മായം ചേർത്ത ചായപ്പൊടിയുടെ ബുദ്ധികേന്ദ്രം. വിഷപ്പൊടി നിർമ്മാണത്തിനായി ആഷിഖ് പഴയ ഒരു വീട് തന്നെ ഗോഡൌൺ ആക്കി മാറ്റിയിട്ടുണ്ട്. കെട്ടുകണക്കിന് ചായപ്പൊടി കവറുകളിലാക്കി വെച്ചിട്ടുണ്ട്. നിർമ്മാണശാലയ്ക്ക് ലൈസൻസോ മറ്റു രേഖകളോ ഇല്ല. അതിനിടയിൽ ചായപ്പൊടിയിൽ മായം ചേർക്കാറുണ്ടെന്ന് ആഷിഖ് തന്നെ സമ്മതിച്ചു. അലമാര തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഗോഡൌണിൽ നിന്നും 100 കിലോ മായം ചേർത്ത ചായപ്പൊടി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. തേയിലയിൽ ചേർക്കാൻ അനുവാദമില്ലാത്ത സിന്തറ്റിക് ഫുഡ് കളർ ചേർത്ത അസൽ വ്യാജൻ. ഇതില് ഒരിക്കലും തേയിലയിൽ ചേർക്കാൻ അനുവാദം ഇല്ലാത്ത സിന്തറ്റിക് ഫുഡ് കളർ ചേർത്തതായി കാണപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടുന്ന് ചേർക്കുന്ന കൃത്രിമ നിറവും ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചു. ഇത് തട്ടുകടകളിൽ കൂടുതലും നമ്മുടെ ഉപഭോക്താക്കൾ തന്നെ കടുപ്പം കൂടിയ ചായ വേണം എന്ന് തട്ടുകടക്കാരോട് ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മായം കലർത്താനായിട്ട് അവരും പ്രേരിതരാകുന്നത്.